നെക്സ്റ്റ് സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മയാണ്. എല്ലാ ബൗണ്ടഡ് മെഷറബിൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിനെയും സിമ്പിൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് അപ്രോക്സിമേറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്നാണ് സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മയിൽ പറയുന്നത്. ദി സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ: ലെറ്റ് എഫ് ബി എ മെഷറബിൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ ഇ. Assume f is bounded on E, that is there is an m greater than or equal to 0 for which modulus of f less than or equal to m on E. Then for each epsilon greater than 0 there are simple functions phi epsilon and psi epsilon defined on E which have the following approximation properties: phi epsilon less than or equal to f less than or equal to psi epsilon and 0 less than or equal to psi epsilon minus phi epsilon less than epsilon on E. നമുക്ക് ഈ ലെമ്മ പ്രൂവ് ചെയ്യാം. എഫ് ബൗണ്ടഡ് ഓൺ ഇ ആയതുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് എൻ ഓപ്പൺ ഇൻ്റർവൽ സി ഡി ദാറ്റ് കണ്ടെയ്ൻസ് ദി ഇമേജ് ഓഫ് എഫ്. ദാറ്റ് ഈസ് എഫ് ഓഫ് ഇ ഇസ് എ സബ്സെറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ സി ഡി. ആർബിട്രറി ആയിട്ടൊരു പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ ചൂസ് ചെയ്യുന്നു. ദെൻ ക്ലോസ്ഡ് ഇൻ്റർവൽ സി ഡിയുടെ ഒരു പാർട്ടീഷൻ താഴെ പറയുന്നത് പോലെ എടുക്കുന്നു. C equal to y0 less than y1 less than etc less than yn minus 1 less than yn equal to d such that yk minus 1 less than epsilon for each k equal to 1 2 3 etc n. അതായത് ആ പാർട്ടീഷനിലുള്ള ഓരോ സബ് ഇൻ്റർവെലിൻ്റെയും ലെങ്ത് ലെസ് ദാൻ എപ്സിലോൺ വരുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടീഷൻ ചൂസ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരുപാട് പാർട്ടീഷൻസ് പോസിബിളാണ്. നൗ ഡിഫൈൻ ik equal to half closed yk minus 1 half open yk and ek equal to f inverse of ik for each k equal to 1 2 3 etc n. That is ek equal to f inverse of ik which is equal to set of all x belongs to E such that yk minus 1 less than or equal to f of x less than yk which is equal to set of all x belongs to E such that f of x greater than or equal to yk minus 1 intersection set of all x belongs to E such that f of x less than yk. f ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് റൈറ്റ് സൈഡിലുള്ള രണ്ട് സെറ്റുകളും മെഷറബിൾ ആണ്. സോ അവയുടെ ഇൻ്റർസെക്ഷനും മെഷറബിൾ ആണ്. ദാറ്റ് ഈസ് ഇ കെ ഈസ് മെഷറബിൾ ഫോർ ഈച്ച് കെ ഈക്വൽ ടു 1 2 3 എക്സെട്ര എൻ. ദെൻ സെറ്റ് ഇയിൽ രണ്ട് സിമ്പിൾ ഫംഗ്ഷൻസ് ഫൈ എപ്സിലോണും സൈ എപ്സിലോണും ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. ഫൈ എപ്സിലോൺ ഈക്വൽ ടു സമേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to n yk minus 1 into chi of ek and psi epsilon equal to summation over k equal to 1 to n yk into chi of ek. Then for any x belongs to E, phi epsilon of x less than or equal to f of x less than or equal to psi epsilon of x ആണ്. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. Let x belongs to E, then f of x belongs to f of E. f of E ഓപ്പൺ ഇൻ്റർവൽ സി ഡിയുടെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് f of x belongs to ഓപ്പൺ ഇൻ്റർവൽ സി ഡി. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ സി ഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ടീഷനിൽ എഫ് ഓഫ് എക്സ് ഉണ്ടായിരിക്കും. ദെൻ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എക്സാക്ട്ലി വൺ ഓഫ് ദി ഐ കെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ദാറ്റ് ഈസ് വൈ കെ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ വൈ കെ ഫോർ സം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. നൗ എഫ് ഓഫ് എക്സ് ഐ കെയിലൊരു മെമ്പർ ആയതുകൊണ്ട് എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് ഐ കെയിലെ അതായത് ഇ കെയിലൊരു മെമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫൈ എപ്സിലോൺ ഓഫ് എക്സ് ഈക്വൽ ടു വൈ കെ മൈനസ് 1ഉം സൈ എപ്സിലോൺ ഓഫ് എക്സ് ഈക്വൽ ടു വൈ കെയും ആയിരിക്കും. ഇത് നമുക്കൊരു എക്സാമ്പിൾ യൂസ് ചെയ്ത് വെരിഫൈ ചെയ്യാം. സപ്പോസ് എക്സ് ഡാഷ് ബിലോങ്സ് ടു ഇ ആൻഡ് എക്സ് ഡാഷ് ബിലോങ്സ് ടു i3 ദെൻ y2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡാഷ് ലെസ് ദാൻ y3 ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് എക്സ് ഡാഷ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് i3 വിച്ച് ഇസ് ഈക്വൽ ടു e3 ആൻഡ് എക്സ് ഡാഷ് നോട്ട് ബിലോങ്സ് ടു ek ഫോർ k നോട്ട് ഈക്വൽ ടു 3. So by definition chi e3 of x dash equal to 1 and chi ek of x dash equal to 0 for k not equal to 3. Now phi epsilon of x dash equal to summation over k equal to 1 to n yk minus 1 into chi ek of x dash which is equal to y0 into chi e1 of x dash plus y1 into chi e2 of x dash plus y2 into chi e3 of x dash plus y3 into chi e4 of x dash plus etc plus yn minus 1 into chi en of x dash which is equal to y0 into 0 plus y1 into 0 plus y2 into 1 plus y3 into 0 plus etc plus yn minus 1 into 0 which is equal to y2. Similarly psi epsilon of x dash equal to summation over k equal to 1 to n yk into chi ek of x dash which is equal to
y1 into 0 plus y2 into 0 plus y3 into 1 plus y4 into 0 plus etc. plus yn into 0 which is equal to y3. So in general, if x belongs to ek, phi epsilon of x equal to yk minus 1 and psi epsilon of x equal to yk. ഇത് ഇൻഇക്വാലിറ്റി 1ൽ അപ്ലൈ ചെയ്താൽ phi epsilon of x less than or equal to f of x less than psi epsilon of x എന്ന് കിട്ടും, which implies phi epsilon of x less than or equal to f of x less than or equal to psi epsilon of x. That is phi epsilon less than or equal to f less than or equal to psi epsilon. That is phi epsilon less than or equal to f less than or equal to psi epsilon. Also by construction we have yk minus 1 less than epsilon, which implies psi epsilon minus phi epsilon less than epsilon. yk minus 1 less than yk ആയതുകൊണ്ട് psi epsilon minus phi epsilon greater than or equal to 0 ആയിരിക്കും. So 0 less than or equal to psi epsilon minus phi epsilon less than epsilon. ഇത്രയുമാണ് നമുക്ക് ഈ ലെമ്മയിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ എഫ് ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷൻസ് എഫ് പ്ലസും എഫ് മൈനസും മെഷറബിൾ ആണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. ഫംഗ്ഷൻ എഫ് പ്ലസ് ഡിഫൈൻ ചെയ്യുന്നത് എഫ് പ്ലസ് ഓഫ് എക്സ് ഈക്വൽ ടു മാക്സിമം ഓഫ് എഫ് ഓഫ് എക്സ് കോമ 0 എന്നും ഫംഗ്ഷൻ എഫ് മൈനസ് ഡിഫൈൻ ചെയ്യുന്നത് എഫ് മൈനസ് ഓഫ് എക്സ് ഈക്വൽ ടു മാക്സിമം ഓഫ് മൈനസ് എഫ് ഓഫ് എക്സ് കോമ 0 എന്നുമാണ്. സോ എഫ് പ്ലസും എഫ് മൈനസും നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസ് ആണ്. ഓൾസോ എഫ് ഈക്വൽ ടു എഫ് പ്ലസ് മൈനസ് എഫ് മൈനസ് ആണ്. ഇത് നമുക്ക് വെരിഫൈ ചെയ്യാം. സപ്പോസ് ഫോർ x1 ബിലോങ്സ് ടു എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, then f plus of x1 equal to maximum of f of x1 comma 0 which is equal to f of x1. f minus of x1 equal to maximum of minus f of x1 comma 0 which is equal to 0. കാരണം f of x greater than or equal to 0 ആയതുകൊണ്ട് minus f of x less than or equal to 0 ആയിരിക്കും. Now f plus of x1 minus f minus of x1 equal to f of x1 minus 0 which is equal to f of x1. Then for x2 belongs to f of x2 less than or equal to 0 ആണെന്ന് അസ്യൂം ചെയ്യുക. Then f plus of x2 equal to maximum of f of x2 comma 0 which is equal to 0 and f minus of x2 equal to maximum of minus f of x2 comma 0 which is equal to minus of f of x2. Now f plus of x2 minus f minus of x2 equal to 0 minus of minus f of x2 which is equal to f of x2. So in both cases f equal to f plus minus f minus. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊരു മെഷറബിൾ ഫംഗ്ഷൻ എഫിനെയും രണ്ട് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. കാരണം എഫ് ഒരു മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ ആണെങ്കിൽ എഫ് പ്ലസും എഫ് മൈനസും മെഷറബിൾ ആയിരിക്കും. ഓൾസോ എഫ് ഈക്വൽ ടു എഫ് പ്ലസ് മൈനസ് എഫ് മൈനസ്. ദെൻ ഒരു എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ മെഷറബിൾ ആവാനുള്ള ഒരു നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറത്തിൽ പറയുന്നത്. സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം, an extended real valued function f on a measurable set E is measurable if and only if there is a sequence phi n of simple functions on E which converges pointwise on E to f and has the property that modulus of phi n less than or equal to modulus of f on E for all n. If f is non-negative, we may choose sequence phi n to be increasing. അതായത് മോഡുലസ് ഓഫ് phi n ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓൺ ഇ ഫോർ ഓൾ എൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ സെറ്റ് ഇയിൽ എഫിലേക്ക് പോയിന്റ് വൈസ് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻ സീക്വൻസ് phi n ഉണ്ടെങ്കിൽ എഫ് മെഷറബിൾ ആയിരിക്കുമെന്നും തിരിച്ച് എഫ് മെഷറബിൾ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് ഇയിൽ ഉണ്ടായിരിക്കുമെന്നുമാണ് ഈ തിയറത്തിൽ പറയുന്നത്. എഫ് നോൺ നെഗറ്റീവ് ആണെങ്കിൽ ഈ സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് ഇൻക്രീസിംഗ് ആയിട്ട് ചൂസ് ചെയ്യാം എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. ഇതിലൊരു പാർട്ട് ഈസിയാണ്. എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസും മെഷറബിൾ ആണ്. സീക്വൻസ് phi n സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ഒരു സീക്വൻസും സീക്വൻസ് phi n കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൺ ഈമാണെന്ന് അസ്യൂം ചെയ്യുക. ബാക്കി കണ്ടീഷൻസിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. ദെൻ ഈച്ച് phi n മെഷറബിൾ ഓൺ ഇ ആയതുകൊണ്ട് പ്രൊപ്പോസിഷൻ 9 അപ്ലൈ ചെയ്താൽ എഫ് മെഷറബിൾ ഓൺ ഇ ആണെന്ന് കിട്ടും. ഇനി നമുക്ക് കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാം. അസ്യൂം എഫ് ഈസ് മെഷറബിൾ ഓൺ ഇ. ഇവിടെ നമുക്ക് എഫ് നോൺ നെഗറ്റീവ് ആണെന്ന് കൂടി അസ്യൂം ചെയ്യാവുന്നതാണ്. കാരണം എല്ലാ മെഷറബിൾ ഫംഗ്ഷൻ എഫിനെയും രണ്ട് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട്
എഫ് ഈക്വൽ ടു എഫ് പ്ലസ് മൈനസ് എഫ് മൈനസ് എന്ന് എഴുതുവാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. ദെൻ ഈ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിനെ ഇനി നമ്മൾ പ്രൂവ് ചെയ്യുവാൻ പോകുന്ന റിസൾട്ട്സ് അപ്ലൈ ചെയ്ത് രണ്ട് സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് കണ്ടുപിടിച്ച് കറസ്പോണ്ടിങ് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. സോ നമ്മൾ എഫ് നോൺ നെഗറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ. ലെറ്റ് എൻ ബി എനി നാച്ചുറൽ നമ്പർ. ഡിഫൈൻ ഇ എൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. എഫ് മെഷറബിൾ ആയതുകൊണ്ട് ഫോർ ഈച്ച് എൻ ഇ എൻ മെഷറബിൾ ആണ്. അതുപോലെ എഫ് റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ ഒരു ബൗണ്ടഡ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആയിരിക്കും. കാരണം ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ഇ എൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്. സോ എഫ് റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ ബൗണ്ടഡുമായിരിക്കും. ദെൻ സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ ഈ ഫംഗ്ഷനും സെറ്റ് ഇ എന്നിനും അപ്ലൈ ചെയ്യുന്നു. അതിൽ എപ്സിലോൺ ഈക്വൽ ടു 1/n എന്ന് ചൂസ് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് സിമ്പിൾ ഫംഗ്ഷൻസ് ഫൈ എൻ ആൻഡ് സൈ എൻ ഓൺ ഇ എൻ satisfying the approximation properties 0 less than or equal to phi n less than or equal to f less than or equal to psi n on en and 0 less than or equal to psi n minus phi n less than 1/n on en. അവിടെ എല്ലാ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇതുപോലെ സിമ്പിൾ ഫംഗ്ഷൻസ് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു പർട്ടിക്കുലർ കേസായിട്ട് എപ്സിലോൺ ഈക്വൽ ടു 1/n എന്ന് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന സിമ്പിൾ ഫംഗ്ഷൻസിനെ phi n എന്നും psi n എന്നും ഡിനോട്ട് ചെയ്യുന്നു. phi n less than or equal to f less than or equal to psi n ആയതുകൊണ്ട് 0 less than or equal to f minus phi n less than or equal to psi n minus phi n for each n എന്ന് കിട്ടും. for each n psi n minus phi n less than 1/n ആയതുകൊണ്ട് ഇതിൽ നിന്നും 0 less than or equal to f minus phi n less than 1/n on en എന്ന് കിട്ടും. ഇവിടെ phi n സെറ്റ് e n ൽ ഡിഫൈൻഡ് ആയ ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്. ഇ എന്നിലുള്ള എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും. എക്സ് നോട്ട് ബിലോങ്സ് ടു എൻ ആണെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ ഫൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു എൻ എന്ന് ഡിഫൈൻ ചെയ്താൽ ഫൈ എന്നിന് നമുക്ക് ഇയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ഫൈ എൻ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ എൻ ഓഫ് എക്സ് ഇഫ് എക്സ് ബിലോങ്സ് ടു എൻ വിച്ച് ഇസ് ഈക്വൽ ടു എൻ ഇഫ് എക്സ് നോട്ട് ബിലോങ്സ് ടു എൻ. ഇതുപോലെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഫൈ എൻ ഡാഷ് ഓഫ് എക്സ് സെറ്റ് ഇയിൽ ഡിഫൈൻഡ് ആയ ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആയിരിക്കും. കാരണം ഫൈ എൻ ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫൈ എന്നിൻ്റെ റേഞ്ച് സെറ്റ് ഫൈനൈറ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ ആകെ ഒരു സിംഗിൾ വാല്യൂ എൻ മാത്രമേ ഫൈ എൻ ഡാഷിൻ്റെ റേഞ്ച് സെറ്റിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. സോ ആ സെറ്റും ഫൈനൈറ്റ് ആയിരിക്കും. ദെൻ ഫൈ എൻ മെഷറബിൾ ഓൺ ഇ എൻ ആയതുകൊണ്ട് ഫൈ എൻ ഡാഷ് ഈസ് മെഷറബിൾ ഓൺ ഇ എൻ. ഇ മൈനസ് ഇ എന്നിൽ ഫൈ എൻ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ ആണ്. അതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് സെറ്റ് ഇ മൈനസ് ഇ എന്നിൽ അത് മെഷറബിൾ ആണ്. ദെൻ പ്രൊപ്പോസിഷൻ 5ൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലൈ ചെയ്താൽ ഫൈ എൻ ഡാഷ് മെഷറബിൾ ഓൺ ഇ എന്ന് കിട്ടും. Therefore phi n dash is a simple function on E. Also for x belongs to n, 0 less than or equal to phi n dash of x equal to phi n of x less than or equal to f of x. x not belongs to n ആണെങ്കിൽ f of x greater than n ആയിരിക്കും. phi n dash of x equal to n ഉം. So 0 less than or equal to phi n dash of x less than or equal to f of x. So for all x belongs to E, 0 less than or equal to phi n dash of x less than or equal to f of x, which implies modulus of phi n dash less than or equal to modulus of f on E for each n. ഇനി നമുക്ക് സെറ്റ് ഇയിൽ സീക്വൻറ്റ് ഫൈ എൻ ഡാഷ് ഫംഗ്ഷൻ എഫിലേക്ക് പോയിൻറ്റ് വൈസ് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യാം. ലെറ്റ് എക്സ് ബിലോങ്സ് ടു. രണ്ട് കേസസ് ആയിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ആദ്യം എഫ് ഓഫ് എക്സ് ഫൈനൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ ക്യാപിറ്റൽ എൻ സച്ച് ദാറ്റ് f of x less than capital N. So by the definition of En, f of x belongs to En for all n greater than or equal to capital N. Then equation 1 apply ചെയ്താൽ നമുക്ക് ഇതുപോലെ കിട്ടും. 0 less than or equal to f of x minus phi n of x less than 1/n for all n greater than or equal to capital N. ഇത് റിയൽ സീക്വൻസ് phi n dash of x f of x ലേക്ക് കൺവേർട്ട് ചെയ്യുവാനുള്ള കണ്ടീഷനാണ്. That is limit n tending to infinity phi n dash of x equal to f of x. Now second case ആയിട്ട് f of x ഫൈനൈറ്റ് അല്ല എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ f of x ഒരു എന്നിലും ഉണ്ടായിരിക്കുകയില്ല. Then by the definition of phi n dash of x equal to n for all n. So sequence phi n dash of x strictly increasing ആയിട്ടുള്ള റിയൽ സീക്വൻസ് ആണ്. അത് അൺബൗണ്ടഡുമാണ്. Therefore limit n tending to infinity phi n dash of x equal to infinity which is equal to f of x. So ഏത് കേസിലായാലും
സീക്വൻസ് ഫൈ എൻ ഡാഷ് ഓഫ് എക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. ദെയർഫോർ സീക്വൻസ് ഫൈ എൻ ഡാഷ് കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൺ ഇ. ഇനി എഫ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് സീക്വൻസ് ഫൈ എൻ ഡാഷ് ഇൻക്രീസിങ് ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒബ്റ്റെയിൻ ചെയ്യുന്ന സീക്വൻസ് യൂസ് ചെയ്ത് ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. സീക്വൻസ് ഫൈ എൻ ഇതുപോലെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. ദെൻ ഫോർ ഈച്ച് എൻ ഫൈ എൻ ഡാഷ് ഈക്വൽ ടു മാക്സിമം ഓഫ് ഫൈ 1 ഫൈ 2 എക്സെട്ര ഫൈ എൻ എന്ന് ചൂസ് ചെയ്താൽ പ്രൊപ്പോസിഷൻ 8 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈച്ച് ഫൈ എൻ ഡാഷ് മെഷറബിൾ ആണെന്ന് കിട്ടും. അതുപോലെ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ അവ അറ്റൈൻ ചെയ്യുകയുള്ളൂ. സോ സീക്വൻസ് ഫൈ എൻ ഡാഷ് സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആയിരിക്കും. കൺവേർജൻസിന് ചേഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഇത്രയുമാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.